ആദ്യം നമ്മൾ ഇന്ന് പോകുന്നത് സെയ്ഫ് അലി ഖാൻ പട്ടോഡിയെ ആക്രമിച്ച സംഭവമാണ്. അതിൽ മോഷണമായിരുന്നു പ്രതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മുംബൈ പോലീസ് പറയുന്നു. മുഖ്യപ്രതിയെ മുംബൈയിലെ താനെയിൽ നിന്നാണ് പുലർച്ചെ അറസ്റ്റ് ചെയ്തത്. സെയ്ഫിൻ്റെ വസതിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ കാസർവാഡ വലിയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്ത് നിന്നാണ് മുഹമ്മദ് അലിയാൻ എന്ന പ്രതിയെ പിടികൂടിയത്. പക്ഷേ ഈ റിപ്പോർട്ടൊന്ന് കാണാം. അതിനുശേഷം ഇതിൽ ബാക്കിയാകുന്ന ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധി പ്രേംലാൽ ചേരും. ആദ്യം ഈ റിപ്പോർട്ടൊന്ന് കാണാം. നടൻ സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ മോഷണം ലക്ഷ്യമിട്ടാണ് നുഴഞ്ഞു കയറിയതും ആക്രമണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. പ്രതിയുടെ പേരും പോലീസ് വെളിപ്പെടുത്തി. बांद्रा पुलिस स्टेशन में गुना दाखिल किया गया है. एक आरोपी को उसमें अरेस्ट किया गया है. आरोपी का नाम मोहम्मद शरीफुल इस्लाम शहजाद है. ഇയാൾ ബംഗ്ലാദേശിയാണെന്നാണ് പോലീസ് പറയുന്നത്. 30 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 5-6 മാസമായി ഇയാൾ മുംബൈയിലുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. DCP ദീക്ഷിത് കുമാറാണ് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറിയത്. താനെയിലെ ഒരു ബാറിൽ ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലാണ് മുഖ്യപ്രതിയെ മുംബൈയിലെ താനെയിൽ നിന്ന് ഇന്ന് പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെയ്ഫിന്റെ വസതിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ കാസർവാഡയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ ആദ്യം വിജയദാസ് എന്നായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. ഇയാളുടെ പക്കൽ വ്യാജ ID കാർഡും പോലീസ് കണ്ടെത്തി. വ്യാജ ഇന്ത്യൻ ഐഡന്റിറ്റി ഉള്ളതിനാൽ ആക്രമി ഇന്ത്യക്കാരനാണോ ബംഗ്ലാദേശ് പൗരനാണോ എന്ന സംശയങ്ങൾക്കൊടുവിലാണ് പുതിയ വിവരം. CCTV ദൃശ്യങ്ങൾ കൂടാതെ കോൾ ട്രാക്കിംഗ് തുടങ്ങിയ സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മുംബൈ പോലീസ് പ്രതിയെ പിന്തുടർന്നത്. അതേസമയം സെയ്ഫ് അലി ഖാനെ പലതവണ കുത്തി പരുക്കേൽപ്പിക്കുന്നത് താൻ കണ്ടതായി കരീന കപൂർ പറഞ്ഞു. ആക്രമിയിൽ നിന്നും മക്കളെ സംരക്ഷിക്കാൻ ചെറുക്കുന്നതിനിടയിലായിരുന്നു സെയ്ഫിന് മാരകമായി പരിക്കേറ്റതെന്നും കരീന പറഞ്ഞു. എന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും എടുക്കാതെയാണ് ആക്രമി രക്ഷപ്പെട്ടതെന്നും കരീന സൂചിപ്പിച്ചു. സെയ്ഫ് അലി ഖാൻ സുഖം പ്രാപിച്ചു വരികയാണെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ. സെയ്ഫ് അലി ഖാൻ പട്ടോഡിയെ ആക്രമിച്ചത് നാം ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. ഇതിൽ ദുരൂഹത ബാക്കിയാക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ വസ്തുതകൾ നമുക്ക് തേടേണ്ടതുണ്ട്. ഒന്ന്, ഏറ്റവും പുതിയതായി വരുന്നൊരു വാർത്തയാണ്. അതായത് ഈ അക്രമിയായ ആൾക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്ന് നേരത്തെ വന്നിരുന്നു. ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്നത് ഈ കൃത്യം നിർവഹണത്തിന് തൊട്ട് മുമ്പ് ഇയാളെ ബൈക്കിൽ അതിന് മുന്നിൽ എത്തിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തെത്തിയിട്ടുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയതായ ഒരു വാർത്ത എന്നത്. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്നത് കരീന കപൂർ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, പാർട്ടിയിലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കരീന കപൂർ ദൃക്സാക്ഷി വിവരണങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്, പല മാധ്യമങ്ങളിലും ഉണ്ട്. ദൃക്സാക്ഷി വിവരണങ്ങളടക്കം നടത്തുന്നു അതിലെ സംഭവഗതികളെ സംബന്ധിച്ച്. 3, ഈ ബംഗ്ലാദേശ് ബന്ധവും മോഷണം നടത്താതെ അയാൾ ആക്രമിച്ചതിന് ശേഷം പോയതും ഒക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ദുരൂഹതയായി ഉണ്ടാകുന്നത്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. മുംബൈയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി പ്രേംലാൽ ചേരുകയാണ്. പ്രേംലാൽ, ഏറ്റവും പുതിയൊരു വാർത്ത എത്തുന്നത് ഈ ബംഗ്ലാദേശ് സ്വദേശി എന്നൊരു ആരോപണമുണ്ട് പിടിക്കപ്പെട്ട പ്രതിക്ക്. ഏറ്റവും പുതിയതായി എത്തുന്ന അയാളെ ബൈക്കിൽ ഈ കൃത്യം നടക്കുന്നതിന് തൊട്ട് മുമ്പ് സെയ്ഫ് അലി ഖാൻ പട്ടോഡിയുടെ വീടിന് മുമ്പിൽ ബൈക്കിൽ എത്തിച്ചത് മറ്റൊരാളാണ് എന്ന CCTV ദൃശ്യങ്ങൾ പുറത്തെത്തുന്നുണ്ട്. ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. തീർച്ചയായും അജീം ഷാദ്, അത് ഒരു 30 വയസ്സുകാരനായ ഒരു ബംഗ്ലാദേശി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മുംബൈയിലെത്തിയിട്ടുള്ളത്. ഇയാൾക്കൊരു പ്രാദേശിക ബന്ധമില്ലാതെ ഇതുപോലൊരു സ്ഥലത്ത് വളരെ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സെയ്ഫ് അലി ഖാൻ പോലുള്ള ഒരു താരത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള യാതൊരുവിധ സാധിക്കില്ല. കാരണം പ്രാദേശികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇയാൾക്ക് കിട്ടിക്കാണണം. അല്ലാതെ ഒരു ബംഗ്ലാദേശി ഇവിടെ വന്നിട്ട് നഗരത്തില് ഇതുപോലെ പെട്ടെന്ന് ഓടിക്കയറാവുന്ന ഒരു സ്ഥലമല്ലല്ലോ അത്. അതുപോലെ ഇങ്ങനെയുള്ള ഓരോ ഓപ്പറേഷനുകളെല്ലാം വളരെ ദുരൂഹത. വ്യാജ ID ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ബാന്ദ്ര പോലുള്ള വളരെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ ഇപ്പോൾ നിരന്തരം ക്രൈം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രശസ്തരും ബോളിവുഡ് താരങ്ങളും എല്ലാം താമസിക്കുന്ന ഒരു നഗരമാണ് ഈ ബാന്ദ്ര. അവിടെയാണ് ഇപ്പോൾ സുരക്ഷ. നേരത്തെ സൽമാൻ ഖാന് നേരെ വീട്ടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൽമാൻ ഖാന്റെ ബന്ധം ആരോപിച്ചുകൊണ്ട് ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തി. ഇതെല്ലാം നമുക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ്. തീർച്ചയായും സൽമാൻ ഖാൻ്റെ നേരെ ഉണ്ടായ ആക്രമണം അല്ലേ, അതടക്കമുള്ളവ പരിശോധിക്കപ്പെട്ടാണ്. തീർച്ചയായും അത് പ്രത്യേകിച്ച് BJP ഭരണത്തിലേറിയതിന് ശേഷമുള്ള ചില സംഭവ വികാസങ്ങൾ വലിയ ഗൗരവമായി തന്നെ അവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. അത് ഞാൻ അതിലേക്കെത്താം. അതിനു മുമ്പ് ഈ സംഭവത്തെ മാത്രം സ്പെസിഫിക്കായി നോക്കിയാൽ, അതായത് സെയ്ഫ് അലി ഖാൻ പട്ടോഡി മക്കളെ രക്ഷിക്കാനായി അക്രമിക്ക് മുന്നിലേക്ക് വീഴുകയും ആ സമയത്താണല്ലോ കുത്തുകൊള്ളുന്നത്. ഇതൊക്കെ പ്രേംലാൽ അടക്കമുള്ളവർ വിവരിച്ചതാണ്.
അവിടെ രക്ഷകയായി കൂടെ സെയ്ഫ് അലി ഖാൻ്റെ കൂടെ എത്തിയത് രക്ഷകയായി ഈ കുട്ടികളെ നോക്കുന്ന മലയാളിയായ ഏലിയാമ്മ എന്ന സിസ്റ്ററാണ്. അപ്പോൾ അതൊരു ഘടകം. രണ്ടാമത്തത്, സെയ്ഫ് അലി ഖാൻ പട്ടോടി ആശുപത്രിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവനാണ് എടുത്ത് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയതെന്നൊക്കെയായിരുന്നു വന്നിരുന്ന വിവരങ്ങൾ. പക്ഷേ ഇപ്പോൾ കരീന കപൂർ ഒരു ദൃക്സാക്ഷി വിവരണം നടത്തുന്നു. ആ സമയത്ത് കരീന കപൂർ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യ മണിക്കൂറുകളിലെ റിപ്പോർട്ടുകളിലൊന്നും കരീന ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, പല മാധ്യമങ്ങളും കരീന അന്നൊരു പാർട്ടിക്ക് പോയതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് അവിടെ എത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോലീസിന് മൊഴി കൊടുത്തതും ഈ മലയാളിയായ ഏലിയാമ്മയാണ്. സെയ്ഫിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓട്ടോമാറ്റിക് ഡ്രൈവർ ഉണ്ടാകുന്നതാണ് അവർ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രി എത്തിയത്. പിന്നെ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസമോ രണ്ടാമത്തെ ദിവസമാണ് കരീന കപൂർ ഇതിന് മൗനം ഭജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുന്നത്. കാരണം ദൃക്സാക്ഷിയായിരുന്നുവെന്നും മകനെ രക്ഷിക്കാനുള്ള പ്രതിരോധത്തിനിടയിലാണ് ആക്രമിയെ സെയ്ഫ് അലി ഖാനെ കുത്തിയതെന്നുമെല്ലാം കരീന പിന്നീടാണ് പറയുന്നത്. ഇങ്ങനൊരു കാര്യത്തിന് ഇത്രമാത്രം താമസം എന്തുകൊണ്ട് പോലീസിന് മൊഴി നൽകാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ എന്തുകൊണ്ട് താമസം വന്നു എന്നുള്ളതും വളരെ ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ചില ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത എന്നത്, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശ് സ്വദേശിയായ അയാളെ ആരാണ് അവിടെ കൊണ്ടുപോയത്? ഒരുപക്ഷെ ഒരു ഈ 2 വീലർ ടാക്സി എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ മുംബൈയെ സംബന്ധിച്ച്, അങ്ങനെയാകാം. അല്ലെങ്കിൽ മറ്റാരോ എന്തൊക്കെയോ താല്പര്യങ്ങളുമായി അയാളെ ഉപയോഗിച്ചു എന്നതാകാം. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടോ? പോലീസ് അതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംശയങ്ങളുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ BJP നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിന് അധോലോക ബന്ധമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ബംഗ്ലാദേശി മുംബൈയിലെത്തി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ പുറകിൽ ആരെങ്കിലും ഇയാളെ സപ്പോർട്ട് ചെയ്യാതെ, അയാൾക്ക് പിന്തുണ നൽകാതെ ഇത്തരം ഒരു ഓപ്പറേഷൻ സാധ്യമല്ലെന്ന് തന്നെയാണ് നമുക്ക് മുംബൈയുടെ ഒരു ഭൂമിശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ പരിമിതർ പോലും മുംബൈയിൽ കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ള തിരക്കും അതുപോലുള്ള വഴികളും വീതികളും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത്രയേറെ VIP താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്ക് പെട്ടെന്ന് പുതിയതായി അവിടെ എത്താനാകുന്നത്? നേരത്തെ പരിചയമുള്ള ആളാണ് എന്നൊന്നും ഒരു സൂചനയില്ല അല്ലേ ആ സ്ഥലം? ഒരു സൂചനയില്ല. കാരണം രണ്ട് ദിവസമായിട്ട് ഇയാൾ മുംബൈയിലെ പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, വസ്ത്രം മാറ്റി കറങ്ങി നടക്കുന്നതും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടതും മൊബൈൽ ഷോപ്പിൽ കണ്ടതുമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ആ ദൃശ്യങ്ങൾ വെച്ച് തന്നെയാണ് ഇയാളെ പിന്തുടർന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയുള്ള മറ്റൊരു ഘടകം എന്നത്, എന്തുകൊണ്ടായിരിക്കും അത്രയേറെ റിസ്ക് എടുത്ത് ഈ മുകൾ നിലയിലേക്കെത്തി, ഫ്ലാറ്റിലെത്തി, കുട്ടികൾ ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നു, പിടിവലി നടത്തുന്നു, ശബ്ദം കേൾക്കുമ്പോഴും സെയ്ഫ് അലി ഖാൻ, ശബ്ദം ഏലിയാമ്മയാണ് ഉണ്ടാക്കുന്നത് കുട്ടികളെ രക്ഷിക്കാൻ, മലയാളിയായ ഏലിയാമ്മ. അതിനുശേഷം സെയ്ഫ് അലി ഖാൻ ഓടി വരുന്നു. പക്ഷേ ഈ കുത്ത് കൊള്ളുമ്പോഴും ആക്രമണം ഉണ്ടാകുമ്പോഴും ഒന്നും ഒരുപക്ഷെ ഓടി രക്ഷപ്പെടാതെ അവിടെ ആക്രമിക്കാൻ തന്നെയാണ് ഈ ആക്രമി നിൽക്കുന്നത്. അതൊരു സാധാരണ മോഷ്ടാവിൽ നിന്നുണ്ടാകുന്ന ഒരു സമീപനമല്ലല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം മോഷണം ഒന്നും നടത്താതെയാണ് പോയിരിക്കുന്നത്. അതെ, അജ്മിഷ പറഞ്ഞ പോലെ ഒരു സാധാരണ ഒരു മോഷ്ടാവ്, അതുപോലെ ഒരു 30 വയസ്സാണ്. CCTV ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അയാൾക്ക് മോഷണമായിരുന്നില്ല ലക്ഷ്യമെങ്കിൽ പിന്നെ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് 6 തവണ ഒരു വൈരാഗ്യത്തോടു കൂടിയാണ് കുത്തുന്ന പോലെയാണ് 6 തവണയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്? അയാൾക്ക് രക്ഷപ്പെടാനാണെങ്കിൽ ആദ്യത്തെ കുത്തിൽ തന്നെ കുത്തി അയാൾക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. 6 തവണ, അതിൽ 2 മുറിവുകൾ വളരെ ഗുരുതരമായിരുന്നു. ഒരു ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് 1 ഇഞ്ച് കൂടി താഴ്ന്നിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന രീതിയിലുള്ള മുറിവുകളായിരുന്നു സെയ്ഫ് അലി ഖാൻ ഉണ്ടായിരുന്നത്. വളരെ തലനാരിഴയ്ക്കാണ് സെയ്ഫ് അലി ഖാൻ രക്ഷപ്പെട്ടത്. അപ്പൊ എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം? ആരാണ് ഇതിന്റെ പുറകിൽ? മറ്റാരെങ്കിലും പുറത്ത് ഇയാളെ സഹായിച്ചിരുന്നോ? ഈ വക ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. തീർച്ചയായും ഒരു ബംഗ്ലാദേശിക്ക് മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ വന്ന് ഇതുപോലൊരു ഓപ്പറേഷൻ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്നതാണ് സാമാന്യം മുംബൈ നഗരത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവുന്നത്. അതാണ്, അങ്ങനെയുള്ള ദുരൂഹതകളൊക്കെ ബാക്കിയാക്കുന്നു. അതൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ മുമ്പേ ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ദിശ പുറത്തറിയാതിരിക്കാനും ആകാം. എന്തായിരുന്നാലും മോഷണമാണ് പ്രതിയുടെ ഉദ്ദേശമെന്ന് പോലീസ് പരസ്യമായി പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി ആകാം അല്ലേ? ആകാം. അത് തന്നെയാണ് ഈവൻ സെയ്ഫ് അലി ഖാനും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിൽ കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് പോകേണ്ട, പോലീസ് അന്വേഷിക്കട്ടെ,
പോലീസ് ആ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് സൈഫ് അലി ഖാനും ആശുപത്രിയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന പല രീതിയിലുള്ള വാർത്തകൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൈഫ് അലി ഖാനും എന്തെങ്കിലും ക്ലൂ ഉണ്ടായിരിക്കണം, ഇതെന്തായിരിക്കണം ഇതിന്റെ പുറകിൽ എന്നുള്ള. ഒരുപക്ഷെ അതേ സംബന്ധിച്ച് കുടുംബവും മറ്റൊരു ദുരൂഹതയോ സൂചനയോ ഒന്നും നൽകുന്നില്ല. കാരണം ഈ കത്രീന കപൂർ തന്നെ പറയുന്നത് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത് ദയവായി എന്നൊക്കെ പറഞ്ഞ് അവർ നേരത്തെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതെ അതെ അതെ, ഇവരെല്ലാവരും അവിടെയാണ് പറയുന്നത് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കത്രീനയും പറയുന്നത്. കത്രീന പിന്നെ പറയുന്നത് അവിടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം പുറത്തുണ്ടായിരുന്നു, പല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒന്നും എടുക്കാതെയാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം മോഷണമായിരുന്നില്ല പ്രാഥമിക ഉദ്ദേശം എന്ന് വേണം കരുതാനായിട്ട്. പക്ഷെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ടാർഗറ്റ് ചെയ്തത് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാനും പദ്ധതി ഉണ്ടായിരിക്കാം, അതിനുള്ള ചില ഘടകങ്ങളൊക്കെ അവിടെ നിരീക്ഷണത്തിൽ കാണുന്നു എന്നാണ്. അങ്ങനെയുണ്ടോ ശ്രീ പ്രേംലാൽ? അതെ, അത് നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ആ ഏലിയാമ്മ പറഞ്ഞത് അതാണല്ലോ, 1 കോടി രൂപ ചോദിച്ചു. കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അത് തള്ളിക്കളയാൻ കഴിയില്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഇയാൾ വെറും ഒരു മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല, ഇയാളുടെ ടാർഗറ്റ് കുറച്ച് വലിയ ടാർഗറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു സൈഫ് അലി ഖാന്റെ വീട്. കാരണം ഇതൊരു 4 ഫ്ലോറിലായിട്ടുള്ള വലിയൊരു ആഡംബര ഫ്ലാറ്റാണ്, 45 കോടിയോളം വില വരുന്ന വലിയൊരു ഫ്ലാറ്റാണ്. അപ്പൊ അതിൽ പല ഫ്ലോറുകളിലായിട്ടാണ് ഇവരെല്ലാം താമസിക്കുന്നത് തന്നെ. അവിടെ എത്തി ഇതുപോലെ ഒരു ഓപ്പറേഷൻ നടത്തുക എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നല്ല ശരിയായ ധാരണ, ഇയാൾ 2 ദിവസമായിട്ട് കെട്ടിടം നിരീക്ഷിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ വിശ്വസിക്കാവുന്നത് ഈ 2 പാറാവുകാർ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കണ്ണു വെട്ടിച്ചിട്ടാണ് ഇയാൾ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് അവരുടെ സഹായികളായിട്ടുള്ളവരുടെ സഹായം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിരുന്നു അല്ലേ? അതെ അതെ, അത്തരം കാര്യങ്ങളാണ് ഇപ്പൊ പോലീസ് കൂടുതലായിട്ട് നിരീക്ഷിച്ചു വരുന്നത്. ഉള്ളിൽ കെട്ടിടത്തിന്റെ ഉള്ളിൽ തന്നെ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്റ്റാഫുകളായിട്ടുള്ള ആരെങ്കിലും ഇതിന് പുറകിൽ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സൈഫ് അലി ഖാന്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഒന്നും ഇല്ലാത്തൊരു നടനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വൈരാഗ്യമോ അങ്ങനെ മറ്റുള്ള എന്തെങ്കിലും വൈരാഗ്യത്തിനും സാധ്യത വളരെ കുറവാണ്. എന്തായിരിക്കും, മിക്കവാറും പണം തന്നെയായിരിക്കണം ലക്ഷ്യമെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ 1 കോടി റുപ്യ വേണം എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നിരിക്കുന്നത്. അപ്പൊ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അത്തരം ഒരു നീക്കം നടത്താനായിരുന്നിരിക്കാം പദ്ധതി. അത് പാളിയപ്പോഴാണ് രക്ഷപ്പെടാൻ വേണ്ടി സൈഫിനെ ആക്രമിച്ചതാകാം. പക്ഷെ എന്തിലും 6 കുത്തുകളാണ്, അതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. 6 കുത്തുകളാണ്, 1-2 കുത്തി രക്ഷപ്പെടാമായിരുന്നല്ലോ. 6 കുത്തെന്ന് വെച്ചാൽ 2 മുറിവുകൾ മാരകമായിരുന്നു. അതിലൊരു കത്തിയുടെ ഒരു ഭാഗം, ഒരു ബ്ലേഡിന്റെ ഒരു ഭാഗം ശരീരത്തിൽ അവശേഷിക്കുകയും ചെയ്തു. അത് ഓപ്പറേഷൻ സർജറിക്ക് ശേഷമാണ് പുറത്തെടുത്തത്. പക്ഷേ ഈ റീലുകളിലൊക്കെ, ഈ കപൂറിൻ്റെ റീലുകളിലൊക്കെ പരിചിതമായ സ്ഥലമാണ് ഒരുപക്ഷെ ഈ അവരുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുറത്തൊക്കെ അതിന് പരിചയമുണ്ടെന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടുത്തെ ഓരോ രീതികളും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സഹായങ്ങളൊക്കെ ഇല്ലാതെ ഒരാൾക്ക് പറ്റുമോ ഒരു തവണയെങ്കിലും അവിടെ കയറാതെ എന്നൊക്കെയാണ് ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ ചോദിച്ചിരുന്ന ചില കാര്യങ്ങൾ, റിട്ടയർഡായിട്ടുള്ള ചില മുംബൈയിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ്. പിന്നീട് ഇപ്പോൾ നമുക്ക് ഈ സൈഫ് അലി ഖാൻ്റെ ആരോഗ്യം എങ്ങനെയാണ് ഇപ്പോൾ? കാരണം ഈ നട്ടലിന് സമീപത്താണ് കുത്തുകൊണ്ടത് ഒരു മാരകമായ രീതിയിൽ. ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഏതാണ്ട് റീഓക്കുപ്പ് ചെയ്തു എന്നുള്ള സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. 2-3 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എണീറ്റ് പതുക്കെ നടക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതി, വിൽ പവർ ഭയങ്കരമായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ ആശുപത്രിയിൽ ഓട്ടോറിക്ഷയിൽ എത്തിയിട്ട് 6 ശരീരത്തിൽ ഇത്രയധികം പരിക്കുകയില്ലോ, അദ്ദേഹം നടന്നു തന്നെയാണ് ഓപ്പറേഷൻ റൂമിലേക്ക് പോയത്. അത് നല്ലൊരു വിൽ പവർ ഉള്ള നടനാണ്. ഇനി നമുക്ക് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ക്രമസമാധാന വീഴ്ചകൾ, മുംബൈ പോലെ നഗരം, കാരണം നമുക്കറിയാം ഹാജി മസ്താൻ്റെയും ദാവൂദ് ഇബ്രാഹിമിൻ്റെയും അരുൺ ഗാവ്ലിയുടെയും ഒക്കെ സമയങ്ങളിൽ മുംബൈയിൽ നമ്മളെന്നും പത്രം വായിക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ എപ്പോഴും നോക്കുന്ന ഒന്നായിരുന്നു അവിടുത്തെ കഥകൾ കുട്ടിക്കാലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ വലിയ ഒരു സംഭവബഹുലമായ അക്രമ പരമ്പരകളൊക്കെ മുംബൈ കേന്ദ്രീകരിച്ച്, ബോംബെ കേന്ദ്രീകരിച്ച്, പഴയ ബോംബെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഉള്ളൊരു അറുതി പുതിയ കാലത്ത് വന്നിരുന്നു. വീണ്ടും ഇപ്പോൾ പഴയ രീതിയിലേക്ക് പോകുന്നതിൻ്റെ പല സൂചനകളുണ്ട്. അത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ഉണ്ടോ? അതിന് സഹായമാകുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ എവിടെ ഉണ്ടോ? അതൊക്കെയാണ് ഇനി അറിയേണ്ടത്. പ്രേംലാൽ,
ജിംസ് പറഞ്ഞ പോലെ മുംബൈ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയിരുന്നത് അധോലോകവും ധാരാവിയും എല്ലാമായിരുന്നു. അതുപോലുള്ള കള്ളക്കടത്തും ഹാജി മസ്താനിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഇവിടെ ക്രമസമാധാനം വളരെ പുനഃസ്ഥാപിച്ച ഒരു സമയമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ രാഷ്ട്രീയ ഇടപെടലുകളോ എന്തോ അറിയില്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇപ്പോൾ സൽമാൻ ഖാന്റെ ആയാലും ബാബ സിദ്ദിഖിയുടെ ആയാലും മറ്റു പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുംബൈയിൽ നടന്നിട്ടുണ്ട്. അതും ബാന്ദ്ര പോലുള്ള ഒരു സ്ഥലത്ത്. ബാന്ദ്ര ഏറ്റവും കൂടുതൽ സുരക്ഷിതമായൊരു സ്ഥലം തന്നെയാണ് അവിടെ. കാരണം പ്രശസ്തരും പ്രമുഖ വ്യവസായികളടക്കം അതിസമ്പന്നരുടെ ഒരു അവസ്ഥ കേന്ദ്രം തന്നെയാണ് ബാന്ദ്ര. അവിടെ നിരവധി ബോളിവുഡ് താരങ്ങൾ, ഷാരൂഖ് ഖാൻ, ആമിർ ഖാൻ, രൺബീർ കപൂർ, സഞ്ജയ് ദത്ത്, രേഖ, ഏറ്റവും പുതിയതായിട്ട് പൃഥ്വിരാജ് അടക്കമുള്ള നിരവധി താരങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു സമ്പന്നരുടെ സ്ഥലമാണ് ബാന്ദ്ര. അവിടെയെല്ലാം ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് തന്നെ മുംബൈയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം മുംബൈ നഗരത്തിൽ കാരണം ഇത്ര VIP-കൾക്ക് കൊടുക്കാൻ പറ്റാത്ത സുരക്ഷ എങ്ങനെയാണ് സാധാരണക്കാർക്ക് കിട്ടുക എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുംബൈയിലെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ജനങ്ങൾ തീർച്ചയായും വളരെ ആശങ്കയിലാണ്. മുംബൈ വാസികൾ ഇപ്പൊ സൽമാൻ ഖാന്റെ അടക്കമുള്ള അക്രമങ്ങൾ, അത് പ്രത്യേകിച്ച് VIP കേന്ദ്രങ്ങളിലൊക്കെ നടക്കും. ഈ ഷിൻഡേക്ക് ശേഷമാണ് അങ്ങനെ ഒരു വലിയ അക്രമത്തിലുള്ളൊരു ബൂം ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് പറഞ്ഞ് അതെ. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരക്കാരെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സംസാരം പൊതുവെ ഇപ്പൊ നടക്കുന്നുണ്ട്. അത് തന്നെയാവണം ഇതിന്റെ ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നത്. പ്രത്യേകിച്ച് ബോംബെ ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണല്ലോ, പല ഭാഷക്കാരുണ്ട്, പല സംസ്കാരമുള്ളവരുണ്ട്, തിരക്ക് പിടിച്ച നഗരമാണ്. അപ്പൊ ഇതെല്ലാം വളരെ പ്രത്യേകിച്ച് വളരെ കരുതലോടെ നീക്കിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാം. അത് തന്നെയാണ് മുംബൈ നഗരം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയും ഇത്. ശരി, എന്തായാലും പ്രേംലാൽ, വിവരങ്ങളാണ് പ്രേംലാൽ നൽകിയത്.